Our next topic is anemia. So anemia എന്താന്നുള്ളത് നമ്മൾ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ലാസ്റ്റ് ഇതിൽ പറഞ്ഞിരുന്നു. അപ്പോൾ pathological decrease in RBC count is called anemia അല്ലേ. അപ്പോൾ അത് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് സിംപ്ലസ്റ്റ് ഫോമിൽ പറഞ്ഞു. ഇനി എന്താണ് ശരിക്കുള്ള അതിൻ്റെ ഡെഫിനിഷൻ, അതുപോലെ അതിൻ്റെ ടൈപ്സ്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇൻ ബ്ലഡ്. സോ what is anemia? It is a decrease in normal number of red blood cells or less than the normal quantity of hemoglobin in the blood. അപ്പോൾ നോർമൽ കണ്ടൻറ്റിനേക്കാളും അല്ലെങ്കിൽ നോർമൽ എമൗണ്ട് ഓഫ് RBC അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ അതിനേക്കാളും കുറവാകുമ്പോഴാണ് അനീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകുന്നത്. It is caused either due to inherited disorders or environmental influences like nutritional problem, infection and exposure to drugs or toxins. അപ്പോൾ ഇത് പല റീസൺസും കൊണ്ടാവാം. ചിലപ്പോൾ ഇൻഹെറിറ്റഡ് ആയിട്ട്, അതായത് നമുക്കിങ്ങനെ ഓരോ ജനറേഷനിൽ നമ്മുടെ പാരൻസിന് അല്ലെങ്കിൽ പാരൻസിൻ്റെ പാരൻസ്, നമ്മുടെ ഗ്രാൻഡ് പാരൻസ് അങ്ങനെയുള്ളവർക്കൊക്കെ ഉണ്ടായിരുന്നിട്ട് അത് നമുക്ക് കിട്ടിയതാവാം. അതല്ലെങ്കിൽ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആയിരിക്കാം. പലതും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ്, പിന്നെ നമ്മൾ അതേപോലെ തന്നെ എക്സസീവ് എക്സ്പോഷർ ടു റേഡിയേഷൻസ് അങ്ങനെയൊക്കെ വരുമ്പോഴും ഒക്കെ ഈ അനീമിക് സിറ്റുവേഷൻസ് വരാം. So ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു ഇതാണ്. വാട്ട് ഇസ് അനീമിയ? അനീമിയ ഇസ് എ കണ്ടീഷൻ വേർ ദി ബോഡി ഡസ് നോട്ട് ഹാവ് ഇനഫ് റെഡ് ബ്ലഡ് സെൽസ് ടു ക്യാരി ഇനഫ് ഓക്സിജൻ ടു വേരിയസ് ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ്. Women are more prone to anemia, especially during pregnancy or if they have heavy periods. സ്ത്രീകൾക്ക് അനീമിക് സിറ്റുവേഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് ഈ പറഞ്ഞ രണ്ട് റീസൺസ് കൊണ്ട്. എന്നും പറഞ്ഞ് മെയിൽസ് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നോ അങ്ങനെയൊന്നുമില്ല. മെയിൽസിനും പ്രശ്നം വരാം, പക്ഷെ കൂടുതൽ പെർസെൻറ്റേജ് എപ്പോഴും ഫീമെയിൽസിന് അല്ലെങ്കിൽ കൂടുതലായിട്ടും ഫീമെയിൽസിനാണ് ഇത് കാണാനുള്ള ചാൻസ് കൂടുതൽ. അതിൻ്റെ ജസ്റ്റ് ഒരു സിംറ്റംസും പറഞ്ഞിരിക്കുകയാണ്. ഫെറ്റീഗ്, വീക്ക്നെസ്, പെയിൽ സ്കിൻ, അതായത് വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്കിൻ, ബ്ലഡ് കുറയുമ്പോൾ സ്കിന്ന് ലൈറ്റ് കളറായിട്ട് മാറും. ദെൻ കോൾഡ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്, irregular heartbeats, shortness of breath, dizziness, chest pains. ഡിസീനസ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു നമുക്ക് എന്താ പറയുക, ക്ഷീണവും പിന്നെ ഒരു വല്ലാത്ത ഡ്രൗസി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു പിക്ചർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോർമൽ ബ്ലഡ് നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോഴും അനീമിക് ആയിട്ടുള്ള ഒരാളുടെ ബ്ലഡ് എടുത്ത് മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോഴുമാണ്. അപ്പോൾ ഈ പിക്ചർ കാണുമ്പോൾ തന്നെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് നോർമൽ കണ്ടീഷനിലാണെങ്കിൽ ഇറ്റ് ഈസ് ഫുള്ളി പാക്ഡ് വിത്ത് RBCs അല്ലേ. നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞു RBC ആണ് ഏറ്റവും കൂടുതൽ കാണുന്ന ബ്ലഡ് സെൽ. അപ്പോൾ ഒരു ബ്ലഡ് ഡ്രോപ്പ് എടുത്തിട്ട് നമ്മളത് മൈക്രോസ്കോപ്പിൽ എക്സാമിൻ ചെയ്യുമ്പോൾ അതിനകത്ത് കണ്ടമാനം RBCs കാണും. പക്ഷേ അനീമിക് സിറ്റുവേഷൻ ആയിട്ടുള്ളൊരു ബ്ലഡ് സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് RBCയുടെ നമ്പർ വളരെ കുറവായിട്ടായിരിക്കും കാണുന്നത്. ഇത് തന്നെ ആ സെയിം കാര്യം തന്നെയാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. അപ്പം നോർമൽ കൗണ്ട് ആണെങ്കിൽ അല്ലെങ്കിൽ നോർമൽ ബ്ലഡിലാവുന്ന സമയത്ത് RBC എല്ലാം നോർമൽ റേഞ്ചിലായിരിക്കും, ഹീമോഗ്ലോബിൻ കണ്ടൻറ്റും നോർമലായിരിക്കും. അനീമിക് ബ്ലഡ് ആവുന്ന സമയത്ത് അവരുടെ RBC കുറവായിരിക്കും, അതിനനുസരിച്ച് തന്നെ ഹീമോഗ്ലോബിൻ കണ്ടൻറ്റും കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ റെഡ് ബ്ലഡ് സെൽസിന് അതിൻ്റെ നോർമൽ ഫങ്ഷൻസ് ഒന്നും പ്രോപ്പറായിട്ട് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ടേഷനൊന്നും പ്രോപ്പറായിട്ട് നടക്കില്ല. Next, to say about the classification of anemia. So anemia is classified in two ways. Two types ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ പറയുന്നത് രണ്ട് രീതിയിലാണ് അനീമിയയുടെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. One is morphological classification and the other one is etiological classification. അപ്പോൾ രണ്ട് രീതിയിലാണ് classification വരുന്നത്. Anemia is classified in two ways: morphological classification and etiological classification. Morphological classification എന്ന് പറയുമ്പോൾ പേര് തന്നെ അണ്ടർസ്റ്റുഡ് ആണ്. It is based on the size and color of RBCs.
based on the size and color of RBCs. Then etiological classification എന്ന് പറയുമ്പോൾ it is based on the cause or origin of the disease. അത് എന്തെങ്കിലും പെർട്ടിക്കുലർ റീസൺ കൊണ്ട് ബോഡിയിൽ വരുന്ന എന്തെങ്കിലും റീസൺ കൊണ്ട് ഉണ്ടാവുന്ന അനീമിക് സിറ്റുവേഷൻ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇറ്റിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് തരമായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് ഇറ്റിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ആദ്യം നമ്മൾ മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് അനീമിയയിലേക്ക് പോവുകയാണ്. അപ്പോൾ മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ പറയുന്നതിന് മുന്നേ ആയിട്ട് ആ ഒരു മോർഫോളജി ബേസ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് അനീമിയ പറയുമ്പോൾ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദി സൈസ് ആൻഡ് കളർ ഓഫ് RBCs അല്ലേ. അപ്പോൾ RBC ഈ രണ്ടെണ്ണത്തിനെയും ബേസ് ചെയ്ത് സൈസിനെയും കളറിനെയും ബേസ് ചെയ്ത് 2-3 ടൈപ്സ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. ബിക്കോസ് മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് അനീമിയ ഈ രണ്ട് ടേംസിനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ടൈപ്സ് ആയിട്ടാണ് വരുന്നത്. സോ ബേസ്ഡ് ഓൺ ദി സൈസ് ഓഫ് RBCs, അതായത് നമ്മൾ ഡയമീറ്റർ പറഞ്ഞപ്പോൾ 7.2 to 7.5 മൈക്രോമീറ്റേഴ്സ് ആണ് RBCയുടെ നോർമൽ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമ്മളിവിടെ ഈ സൈസ് നിന്നുകൊണ്ടും ഉദ്ദേശിക്കുന്നത്. ആൻഡ് RBCs വിത്ത് നോർമൽ സൈസ്, അതായത് ആ 7.2 to 7.5 മൈക്രോൺസ് തന്നെ ഡയമീറ്റർ ഉള്ള സെൽസിനെ നമ്മൾ നോർമോസൈറ്റ് എന്ന് പറയും. ദെൻ RBCs വിത്ത് ഇൻക്രീസ്ഡ് സൈസ്, അതായത് ഈ 7.5 മൈക്രോൺസിനും മുകളിൽ സൈസുള്ള RBCsനെ നമ്മൾ മാക്രോസൈറ്റ് എന്ന് പറയും. ആൻഡ് 7.2 മൈക്രോൺസിനും കുറവുള്ള സെൽസിനെ നമ്മൾ മൈക്രോസൈറ്റ് എന്നും പറയും. ഓക്കെ, അപ്പോൾ അതാണ് based on size. RBCs are classified into 3 types as normocyte, macrocyte and microcyte. And based on color, അതായത് ഹീമോഗ്ലോബിൻ കണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് RBCs are classified into 2 types as normochromic RBCs and hypochromic RBCs. ഇപ്പോൾ നോർമോക്രോമിക് എന്ന് പറഞ്ഞാൽ നോർമൽ ഹീമോഗ്ലോബിൻ കണ്ടന്റ് ഉള്ള, നോർമൽ ഹീമോഗ്ലോബിൻ കണ്ടന്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ ഒബ്വിയസ്ലി RBCക്ക് നോർമൽ കളർ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഹീമോഗ്ലോബിൻ കണ്ടന്റ് കുറവാണെങ്കിൽ RBCയുടെ കളർ ഡിക്രീസ്ഡ് ആയിരിക്കും, ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ഹൈപ്പോക്രോമിക്. ഇനി ഹൈപ്പർ ക്രോമിക് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ സാധാരണ രീതിയിൽ ഉണ്ടാവില്ല. RBCക്ക് ഇൻക്രീസ്ഡ് കളർ എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ടാവില്ല. കാരണം RBCയുടെ അകത്ത് ഇത്ര നമ്പർ ഓഫ് ഹീമോഗ്ലോബിൻ മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ എത്രയാണ് വേണ്ടത് എന്ന് അതിനൊരു സ്പേസ് ഉണ്ട്. ജസ്റ്റ് അത് മനസ്സിലാക്കാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മുടെ കോളേജിൽ ടോട്ടൽ നമ്പർ ഓഫ് എന്താ പറയുക സ്റ്റുഡൻസ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ 30യോ 50യോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ലൈക്ക് ഫോർ എക്സാമ്പിൾ 50 ആണ് ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് എന്നുണ്ടെങ്കിൽ, ആ 50 സീറ്റ്സും ഒക്യുപ്പൈഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 51st പേഴ്സൺ വന്നാൽ നമുക്ക് അവിടെ എടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്, നമ്മൾ ഫുള്ളായി, അവിടുത്തെ സീറ്റ് ഫില്ലായി. സോ അത്രയും ആൾക്കാരെയാണ് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതിനും കൂടുതൽ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതേപോലെ തന്നെ RBCക്ക് അകത്ത് ഇരിക്കേണ്ട ഒരു ഹീമോഗ്ലോബിൻ നമ്പർ ഉണ്ട്, ആ നമ്പറിനും എക്സീഡ് ആയി പോയി കഴിഞ്ഞാൽ അവിടെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റില്ല. സോ RBC ഹൈപ്പർ ക്രോമിക് എന്ന് പറയുന്നൊരു കണ്ടീഷനിലേക്ക് വരുന്നില്ല, എപ്പോഴും നോർമൽ അല്ലെങ്കിൽ ഹൈപ്പോക്രോമിക് എന്ന സിറ്റുവേഷനിലേക്ക് മാത്രമേ അത് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടെണ്ണത്തിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് അനീമിയ പറയുന്നത്. സോ മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, and based on the morphology, anemia is classified into 4 types as normocytic normochromic anemia, macrocytic normochromic anemia, macrocytic hypochromic anemia and microcytic hypochromic anemia. ഇങ്ങനെ 4 ടൈപ്പ് ആയിട്ടാണ് മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ അനീമിയനെ ക്ലാസിഫൈ ചെയ്യുന്നത്. നോർമോസൈറ്റിക് നോർമോക്രോമിക് അനീമിയ എന്ന് പറഞ്ഞാൽ നോർമൽ സൈസ്ഡ് ആണ്, നോർമൽ കളറാണ്, പക്ഷെ കൗണ്ടിൽ കുറവുണ്ട്. അതുകൊണ്ടാണ് അതിനെ നോർമോസൈറ്റിക് നോർമോക്രോമിക് അനീമിയ എന്ന് പറയുന്നത്. സൈസും കളറും
നോർമലാണ്, പക്ഷേ ടോട്ടൽ നമ്പർ ഓഫ് RBCs ഇസ് ലെസ്. അതുകൊണ്ടാണ് അതിനെ നോർമോസൈറ്റിക് നോർമോക്രോമിക് അനീമിയ എന്ന് പറയുന്നത്. ദെൻ മാക്രോസൈറ്റിക് നോർമോക്രോമിക് അനീമിയ എന്ന് പറയുമ്പോൾ മാക്രോസൈറ്റിക് എന്ന് പറഞ്ഞാൽ RBCയുടെ സൈസ് കൂടുതലാണ്, ലാർജർ സൈസിലാണ്, അല്ലെങ്കിൽ ബിഗ് സൈസ്ഡ് ആണ്. ബിഗ് സൈസ്ഡ് RBC ബട്ട് നോർമൽ കളറാണ് ആൻഡ് നമ്പർ ഇസ് ഓൾസോ ലെസ്. നമ്പർ കുറവായതുകൊണ്ടാണ് എപ്പോഴും അനീമിയ എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത്. ദെൻ മാക്രോസൈറ്റിക് നോർമോക്രോമിക് എന്ന് പറയുമ്പോൾ ബിഗർ സൈസ്ഡ് ഓർ മാക്രോസൈറ്റിക് increased sized, then normal color and decreased number of RBCs. Then third one, macrocytic hypochromic anemia എന്ന് പറഞ്ഞാൽ വീണ്ടും increased size, decreased color ആവാനുള്ള reason due to decreased hemoglobin content. But decreased color and decreased number of RBCs. അതാണ് macrocytic hypochromic anemia. And the last one is microcytic hypochromic anemia. Microcytic എന്ന് പറഞ്ഞാൽ decreased size, then hypochromic decreased color and decreased number of RBCs. അപ്പോൾ അതിനെ പറഞ്ഞിട്ട് microcytic hypochromic anemia. So based on morphology ഇങ്ങനെ 4 ടൈപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് പല പല കണ്ടീഷൻസിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇതാണ് ഈ വേരിയസ് മോർഫോളജിയിൽ വരുന്ന RBCസിന്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അബൌട്ട് മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. Now coming to the etiological classification of anemia, that is based on the origin or cause of the disease. അപ്പോൾ അനീമിയ ഉണ്ടാവാനുള്ള എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ റീസൺ കൊണ്ട്, അപ്പോൾ ആ റീസൺസിനെ ബേസ് ചെയ്തിട്ട് അനീമിയ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 5 types and they are hemorrhagic anemia, hemolytic anemia, nutrition deficiency anemia, aplastic anemia and anemia of chronic disease. അപ്പോൾ ഇങ്ങനെ 5 ടൈപ്പായിട്ടാണ് ബേസ്ഡ് ഓൺ ഒറിജിൻ ഓർ കോസ് അനീമിയയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഹെമറേജിക് അനീമിയ, ഹീമോലൈറ്റിക് അനീമിയ, ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി അനീമിയ, എപ്ലാസ്റ്റിക് അനീമിയ ആൻഡ് അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് ഓരോന്നും എന്താണ് എന്ന് പഠിക്കാം. സോ ദ ഫസ്റ്റ് ഇസ് ഹെമറേജിക് അനീമിയ. അപ്പോൾ ഹെമറേജ് എന്ന് പറഞ്ഞാൽ എക്സസീവ് ലോസ് ഓഫ് ബ്ലഡ് ഫ്രം ദ ബോഡി. നമ്മൾ ബ്ലീഡിങ് എന്നുള്ള ടേമും യൂസ് ചെയ്യാറുണ്ട്, ലോസ് ഓഫ് ബ്ലഡ് ഫ്രം ദി ബോഡി, ദാറ്റ് ഇസ് കോൾഡ് ബ്ലീഡിങ്. പക്ഷെ ബ്ലീഡിങ് എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാടൊന്നും ബ്ലഡ് ലോസ് ഇല്ല, വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം, ലൈക്ക് 1 ml 2 ml അങ്ങനെയൊക്കെ വരുള്ളൂ. പക്ഷേ ഹെമറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹെമറേജിക് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസീവ് ലോസ് ഓഫ് ബ്ലഡ് ആണ്. ലൈക്ക് 1 liter ഒക്കെ അല്ലെങ്കിൽ 500 milliliterനും എബവ് ബ്ലഡ് ലോസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ ഹെമറേജിക് സിറ്റുവേഷൻ എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ എക്സസീവ് ബ്ലഡ് ലോസ് കൊണ്ട് ഉണ്ടാവുന്ന അനീമിയനെയാണ് ഹെമറേജിക് അനീമിയ എന്ന് പറയുന്നത്. Anemia due to hemorrhage, excessive loss of blood. And hemorrhagic anemia is again divided into 2 types as acute and chronic hemorrhagic anemia. കണ്ടീഷൻസ് എന്നാണ് പറയുന്നത്, പക്ഷേ acute hemorrhagic anemia ഉണ്ട്, chronic hemorrhagic anemia ഉണ്ട്. അത് acute and chronic കണ്ടീഷൻസ് കൊണ്ടാണത് അങ്ങനെയുള്ള ടേംസിൽ നമ്മൾ പറയുന്നത്. ഇനി വാട്ട് ഈസ് അക്യൂട്ട് ഹെമറേജിക് അനീമിയ ആൻഡ് ക്രോണിക് ഹെമറേജിക് അനീമിയ, അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ അക്യൂട്ട് ഹെമറേജ് അല്ലെങ്കിൽ അക്യൂട്ട് ഹെമറേജിക് അനീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീമിയ കോസ്ഡ് ഡ്യൂ ടു സഡൻ ലോസ് ഓഫ് ബ്ലഡ്. അതായത് ഇപ്പോൾ ഒരു ആൾ നോർമലായിട്ടുള്ളൊരു മനുഷ്യൻ, ഓക്കെ, അയാളുടെ ബോഡിയിൽ നോർമൽ RBC കൗണ്ടും നോർമൽ ഹീമോഗ്ലോബിൻ കണ്ടൻറ്റും നോർമൽ ബ്ലഡ് വോളിയും ഒക്കെ ഉള്ളൊരു മനുഷ്യൻ പെട്ടെന്ന് നടന്നു പോകുന്ന സമയത്തോ അല്ലെങ്കിൽ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്തോ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, അങ്ങനെ ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെട്ടു പോയി. അത്തരത്തിൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഉറപ്പായിട്ടും അയാളുടെ ബോഡിയിൽ അനീമിക് സിറ്റുവേഷൻ വരും, അനീമിക് കണ്ടീഷൻ വരും. ആ ഒരു അനീമിക് കണ്ടീഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആക്സിഡൻറ്റ് വന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നത് അല്ലെങ്കിൽ ബ്ലഡ് കൊടുക്കുന്നതൊക്കെ അതിന് വേണ്ടിയിട്ടാണ്, ആ ഒരു അനീമിക് സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരത്തിൽ എക്സസീവ് ലോസ് ഓഫ് ബ്ലഡ്, സഡൻ ലോസ് ഓഫ് ബ്ലഡ് കൊണ്ട് ഉണ്ടാവുന്ന അനീമിയനെയാണ്
അക്യൂട്ട് ഹെമറേജിക് അനീമിയ എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ നമ്മൾ ഇത് കൊടുത്തില്ല എന്നിരിക്കുക, സപ്പോസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടന്നില്ല എന്ന് വിചാരിക്കുക. പ്ലാസ്മ പോർഷൻ വിൽ ബി റീപ്ലേസ്ഡ് വിത്തിൻ 24 hours. നമ്മുടെ ബോഡിയിൽ വാട്ടർ കണ്ടൻറ്റ് ധാരാളം ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വാട്ടർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് പ്ലാസ്മ പോർഷൻ, ഫ്ലൂയിഡ് പാർട്ട് 24 hours തന്നെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും ഓൾമോസ്റ്റ് റീപ്ലേസ്ഡ് ആവും. RBC replacement is slow and takes at least 4 to 6 weeks. കാരണം അവിടെ അത് ഉണ്ടായി വന്നിട്ട് വേണം RBC ഒരു ഗ്രൂപ്പ് ഓഫ് RBC പ്രൊഡ്യൂസ് ചെയ്യാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ 7 days ആണ് വേണ്ടത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള റെസ്റ്റോറേഷൻ വേണം എന്നുണ്ടെങ്കിൽ, ആ ബ്ലഡ് ലോസ് എത്ര ഉണ്ടായിച്ചെങ്കിൽ അതിനനുസരിച്ച് കോമ്പൻസേറ്റ് ചെയ്യാൻ ഇറ്റ് വിൽ ടേക്ക് ഓൾമോസ്റ്റ് 4 to 6 weeks. അപ്പോൾ അത്രയും സമയം അവരുടെ ബോഡിയിൽ ആ ഒരു ഹെമറേജിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു അനീമിക് സിറ്റുവേഷൻ, ഹെമറേജിക് അല്ല അനീമിക് സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. ആ അനീമിക് സിറ്റുവേഷനെ ശരിക്കും നമ്മൾ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സാധാരണ രീതിയിൽ നടത്തുന്നത്. ആൻഡ് ഈ ഒരു കണ്ടീഷൻ, അതായത് പ്ലാസ്മ റീപ്ലേസ്ഡ് ആയിരിക്കും, RBC റീപ്ലേസ്മെൻറ്റ് നടക്കാൻ 4 to 6 weeks എടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ബ്ലഡിൽ പ്ലാസ്മയുടെ ലെവൽ വളരെ കൂടുതലായിരിക്കും. ആൻഡ് ദാറ്റ് കണ്ടീഷൻ ഇസ് കോൾഡ് ഹീമോ ഡൈലൂഷൻ. ആ വാട്ടർ പാർട്ട് കൂടുന്നതിനെയാണ് ഹീമോ ഡൈലൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് RBCs വിൽ ബി നോർമോസൈറ്റിക് ആൻഡ് നോർമോക്രോമിക് പ്രൊവൈഡഡ് ആ ആൾക്ക് വേറെ ഡിസോർഡേഴ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രം നോർമോസൈറ്റിക് നോർമോക്രോമിക് അനീമിയ, നോർമോസൈറ്റിക് ആൻഡ് നോർമോക്രോമിക് ആയിരിക്കും. കാരണം ഈ ഒരു അക്യൂട്ട് ഹെമറേജിക് അനീമിയ കൊണ്ട് അല്ലെങ്കിൽ അക്യൂട്ട് ഹെമറേജ് കൊണ്ട് RBCയുടെ ഷേപ്പിനും സൈസിനും ഒന്നും പ്രത്യേകിച്ച് ഒരു പ്രോബ്ലം സംഭവിക്കില്ല. ബ്ലഡ് ലോസ് ഉണ്ടായി എന്നുള്ളതേ ഉള്ളൂ. ദെൻ കംസ് ക്രോണിക് ഹെമറേജ് ഓർ ക്രോണിക് ഹെമറേജിക് അനീമിയ. ഇപ്പോൾ അക്യൂട്ട് ഹെമറേജ് നമ്മൾ പറഞ്ഞു സഡൻ ലോസ് ഓഫ് ബ്ലഡ് ആണ്. അപ്പോൾ ക്രോണിക് ഹെമറേജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇറ്റ് ഇസ് ദ ലോസ് ഓഫ് ബ്ലഡ് ബൈ ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ ബ്ലീഡിങ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ കുറച്ച് ബ്ലഡ് ഇങ്ങനെ ബോഡിയിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇത് ക്രോണിക് ഹെമറേജ് എന്ന് പറയുന്നത്. ആൻഡ് കണ്ടീഷൻസ് ലൈക്ക് പെപ്റ്റിക് അൾസർ, പെർപ്യൂറ എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്, നമുക്കത് പിന്നെ പഠിക്കാം. ദെൻ ഹിമോഫീലിയ ആൻഡ് മെനോറേജിയ എന്ന് പറഞ്ഞാൽ എക്സസീവ് മെൻസ്ട്രൽ ബ്ലീഡിംഗ് ആണ് മെനോറേജിയ. അപ്പോൾ ഇത്തരം കണ്ടീഷൻസിലൊക്കെയാണ് ക്രോണിക് ഹെമറേജ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ കുറേ കാലമായിട്ട്, നീണ്ട കാലങ്ങളായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബ്ലഡിനകത്തുള്ള മെയിൻ കമ്പോണൻസ് എല്ലാം, അതായത് സ്റ്റോറേജ് കൂടിയും ബ്ലഡിന് ഫംഗ്ഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള കുറേ മെറ്റീരിയൽസും ഈ ന്യൂട്രിയൻസും വൈറ്റമിൻസും എല്ലാം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ ദർ വിൽ ബി അയൺ ഡെഫിഷ്യൻസി. അയണൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ ബോഡിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. സോ അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ കണ്ടൻറ്റ് ലെസ് ആയിരിക്കും. ആൻഡ് RBCs വിൽ ബി യൂഷ്വലി മൈക്രോസൈറ്റിക് ആൻഡ് ഹൈപ്പോക്രോമിക്. ഓക്കെ, മൈക്രോസൈറ്റിക് എന്ന് പറഞ്ഞാൽ ഡിക്രീസ്ഡ് സൈസ്, ഹൈപ്പോക്രോമിക് എന്ന് പറയുമ്പോൾ ഹീമോഗ്ലോബിൻ കണ്ടൻറ്റ് കുറവായത് കാരണം കളറിലും കുറച്ച് ലൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ക്രോണിക് ഹെമറേജ് ഓർ ക്രോണിക് ഹെമറേജിക് അനീമിയ. ദീസ് ടു ആർ ദി സബ് ടൈപ്സ് ഓഫ് ഹെമറേജിക് അനീമിയ. ഇനി നമ്മൾ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ദാറ്റ് ഈസ് ഹീമോലൈറ്റിക് അനീമിയ. അപ്പോൾ ഹീമോലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്കേജ് ഓഫ് RBCs ആണ്. ലൈറ്റിക് അല്ലെങ്കിൽ ലൈസിസ് എന്ന് പറഞ്ഞാൽ ബ്രേക്കേജ് ആണ്. ഹീമോലൈസിസ് എന്ന് പറയുമ്പോൾ RBC അല്ലെങ്കിൽ ബ്ലഡ് സെൽ ലൈസിസ് ആണ്, ബ്ലഡ് സെൽ ബ്രേക്കേജ് ആണ്. So hemolytic anemia is anemia due to excessive hemolysis of RBCs. അതിനെയും വീണ്ടും 2 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രിൻസിക് ഹീമോലൈറ്റിക് അനീമിയ ആൻഡ് ഇൻട്രിൻസിക് ഹീമോലൈറ്റിക് അനീമിയ. ഹീമോലൈറ്റിക് അനീമിയനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെയാണ് ഹീമോലൈറ്റിക് അനീമിയയുടെ കണ്ടീഷൻ വരുന്നത്. അതായത് നമ്മുടെ ഇത് ബ്ലഡിൻ്റെ സ്മിയർ എടുത്ത് നോക്കുമ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ പറയുന്നത് സാധാരണ രീതിയിൽ നമ്മൾ ബ്ലഡ് സ്മിയർ എടുത്തിട്ട് അതിനൊന്ന് ട്രീറ്റ് ചെയ്തൊക്കെ ശേഷം, കുറച്ച് സ്റ്റെയിനൊക്കെ ചെയ്ത ശേഷം നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുമ്പോൾ വളരെ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും സെൽസിനെ കാണുന്നത്. പക്ഷേ ഹീമോലൈറ്റിക് അനീമിയ ആകുമ്പോൾ അവിടെ എക്സസീവായിട്ട് ഒരു RBC ബ്രേക്കേജ് ഉണ്ടായപ്പോൾ ഹീമോഗ്ലോബിൻ എല്ലാം പുറത്തേക്ക് റിലീസ്ഡായി പോയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു മീഡിയം ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ഡാർക്ക് റെഡ് കളേർഡ് ആയിരിക്കും. സെൽസിനെ നമുക്ക് ചില സമയത്ത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിലായിരിക്കും അതിൽ ആ ഒരു കളറ് വരുന്നത്. So to say about extrinsic hemolytic anemia,
അപ്പോൾ എക്സ്ട്രിൻസിക് ഹീമോലൈറ്റിക് അനീമിയ എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ട്, എക്സ്റ്റേണൽ റീസൺസ് കൊണ്ട് ആർ ബി സിയുടെ എക്സസീവ് ബ്രേക്കേജ് ആണ്. ദിസ് ഡിസ്ട്രക്ഷൻ ഓഫ് ആർ ബി സിസ് ബൈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് ആൻറ്റിബോഡീസ്, കെമിക്കൽസ് ആൻഡ് ഡ്രഗ്സ്. അപ്പോൾ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് കൊണ്ട്, ഫാക്ടേഴ്സ് കൊണ്ട് ഉണ്ടാകുന്ന പ്രോബ്ലംസ്. ആൻഡ് ദി കോമൺ കോസസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് that leads to extrinsic hemolytic anemia, liver failure, renal disorder, burns എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ തീപ്പൊള്ളലൊക്കെ ഏൽക്കുമ്പോൾ, ഇൻഫെക്ഷൻസ് ലൈക്ക് ഹെപ്പറ്റൈറ്റിസ്, മലേറിയ എക്സെട്ര, ഡ്രഗ്സ് ലൈക്ക് പെൻസിലിൻ, ആൻറ്റി-മലേറിയൽ ഡ്രഗ്സ് എക്സെട്ര, and autoimmune disorders like rheumatic arthritis. Autoimmune disorders അല്ലെങ്കിൽ autoimmune disorder എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി തന്നെ നമ്മുടെ ബോഡിക്കുള്ള വില്ലനായിട്ട് മാറുന്നതാണ്. അതിനകത്ത് തന്നെ ബോഡി തന്നെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട്, നമ്മുടെ ശരീരത്തിനകത്തുള്ള ഓർഗൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വേറെ കോണ്ടെക്സ്റ്റിൽ പറയാം. സോ ദിസ് മച്ച് അബൌട്ട് എക്സ്ട്രിൻസിക് ഹീമോലൈറ്റിക് അനീമിയ. ഓർത്തു വെക്കേണ്ട കാര്യം, ഇറ്റ് ഇസ് കോസ്ഡ് ഡ്യൂ ടു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. Then comes intrinsic hemolytic anemia. Extrinsically നമ്മൾ പറഞ്ഞു ഇറ്റ് ഇസ് ഡ്യൂ ടു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. അപ്പോൾ ഇൻട്രിൻസിക് ഹീമോലൈറ്റിക് അനീമിയ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് കോസ്ഡ് ഡ്യൂ ടു ഇന്റേണൽ ഫാക്ടേഴ്സ്. ഡിസ്ട്രക്ഷൻ ഓഫ് ആർ ബി സീസ് ഡ്യൂ ടു ഡിഫക്റ്റീവ് ആർ ബി സീസ്. നമ്മുടെ ഇന്റേണൽ റീസൺസ് കൊണ്ട് തന്നെ ഉണ്ടാവുന്ന എക്സസീവ് ഹീമോലൈസിസിനെയാണ് ഇൻട്രിൻസിക് ഹീമോലൈറ്റിക് അനീമിയ എന്ന് പറയുന്നത്. So unhealthy RBCs of abnormal shape and short lifespan will be formed in intrinsic hemolytic anemia. And ഏറ്റവും കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇറ്റ് ഈസ് സിക്കിൾ സെൽ അനീമിയ ആൻഡ് തലസീമിയ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ കണ്ടീഷനിൽ എന്ന് പറയുമ്പോൾ ആർ ബി സീസ് വിൽ ബി മോർ ഫ്രജൈൽ. ഫ്രജൈൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ആവുന്നതും ആൻഡ് സസെപ്റ്റിബിൾ ഫോർ ഹീമോലൈസിസ്. മോസ്റ്റ് കോമൺ എക്സാമ്പിൾ സിക്കിൾ സെൽ അനീമിയ ആൻഡ് തലസീമിയ. തലസീമിയ എത്രമാത്രം കേട്ടിട്ടുണ്ടാവുമെന്ന് ഉറപ്പില്ല. അപ്പോൾ സിക്കിൾ സെൽ അനീമിയ എല്ലാവർക്കും അറിയാം, അതിൻ്റെ റീസണും അറിയാം. ദാറ്റ് ഈസ് അവിടെ ആർ ബി സി എന്ന് പറയുന്നത് സിക്കിൾ ഷേപ്ഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്, അല്ലേ, അരിവാളിൻ്റെ ഷേപ്പായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? ഇറ്റ് ഈസ് എ ജനറ്റിക് റീസൺ. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? ഹീമോഗ്ലോബിനിലുള്ള ഒരു ഗ്ലോബിൻ പാർട്ടിൽ, പ്രോട്ടീൻ പാർട്ടിൽ വരുന്ന 6th പൊസിഷനിലുള്ള ഗ്ലൂട്ടാമിക് ആസിഡ് ഇസ് റീപ്ലേസ്ഡ് ബൈ വാലിൻ. ആ ഒരു കണ്ടീഷൻ വരുമ്പോൾ അവിടെ മ്യൂട്ടേഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ ഇറ്റ് വിൽ ലീഡ് ടു സിക്ലിംഗ് ഓഫ് ആർ ബി സീസ്. ഷേപ്പ് മാറുകയാണ്. അപ്പോൾ ആ സിക്കിൾ അതിൻ്റെ അറ്റം ഇങ്ങനെ ഷാർപ്പായിട്ട് നിൽക്കുമ്പോൾ മറ്റുള്ള ആർ ബി സീസിനെയും പോയിട്ട് അത് ബ്രേക്ക് ചെയ്ത് അങ്ങനെ എക്സസീവ് ഹീമോലൈസിസ് സംഭവിക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഡ്യൂ ടു ആൻ ഇൻറ്റേർണൽ ഫാക്ടർ, അല്ലെ, ഇൻറ്റേർണൽ റീസൺ ആണ്, ജനറ്റിക് റീസൺ ആണ്. അതേപോലെ തന്നെ തലസീമിയ എന്ന് പറയുന്നത് ഈ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ ഫോർമേഷൻ കൊണ്ട് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ അവിടെയും ആർ ബി സിയുടെ ഷേപ്പിലൊക്കെ കംപ്ലീറ്റ് ചേഞ്ച് ആണ് സാധാരണ സംഭവിക്കുന്നത്. സോ ഇതാണ് സിക്കിൾ സെൽഡ് അനീമിയ. സിക്കിളിംഗ് ഷേപ്പൊക്കെ കാണാൻ പറ്റും ആ ഒരു ഇതിൽ. ആൻഡ് തലസീമിയയിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ആർ ബി സി എല്ലാം മാൽഫോംഡ് ആണ്. അതായത് അതിൻ്റെ ഷേപ്പ് തന്നെ കംപ്ലീറ്റ് മാറിപ്പോയിട്ടുണ്ട്. സാധാരണയുള്ള ബൈക്കോൺകേവ് ഷേപ്പ് മാറിയിട്ട് ഒരു പറയാൻ പറ്റാത്തൊരു ഷേപ്പിലൊക്കെയാണ് അത് കിടക്കുന്നത്. അപ്പോൾ ഇതുപോലെയായിരിക്കും വരുന്നത്. ഹീമോഗ്ലോബിൻ ഡിഫോമിറ്റിയാണ്, ഹീമോഗ്ലോബിൻ ഫോർമേഷനിൽ വരുന്ന ചെറിയ പ്രോബ്ലമാണ്. അത് വീണ്ടും 2 ടൈപ്പായിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല, ഇത്രയും മാത്രം അറിഞ്ഞിരിക്കാം. സോ ദിസ് ഇസ് അബൌട്ട് ഇൻട്രിൻസിക് ഹീമോലൈറ്റിക് അനീമിയ. Then next is about nutrition deficiency anemia, the third type of etiological classification of anemia. So nutrition deficiency ആ പേരിന് തന്നെ അണ്ടർസ്റ്റുഡ് ആണ്, എന്തെങ്കിലും തരത്തിലുള്ള ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന അനീമിയ. അപ്പോൾ അതിൽ ഏറ്റവും കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ. പിന്നെ വരുന്നത് പ്രോട്ടീൻ ഡെഫിഷ്യൻസി അനീമിയ, പെർനീഷ്യസ് അനീമിയ ആൻഡ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. ഇങ്ങനെ 4 ടൈപ്പായിട്ടാണ് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി അനീമിയനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിറ്റീവ് സബ്സ്റ്റൻസ് നെസസറി ഫോർ എറിത്രോപോയസിസ് ആണ് ഈ ഒരു ടൈപ്പ് ഓഫ് അനീമിയയ്ക്ക് കാരണമെന്ന് പറഞ്ഞു. എറിത്രോപോയസിസ് മീൻസ് ദ ഫോർമേഷൻ ഓഫ് ആർ ബി സീസ്. അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. സോ
അപ്പോൾ നമുക്ക് കൂടുതൽ അതിനെപ്പറ്റി പറയാം. എനിവേ, ആ എറിത്രോപോയസിസ് RBC പ്രൊഡക്ഷൻ്റെ സമയത്ത് ഏതെങ്കിലുമൊക്കെ ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ലീഡ് ടു ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി അനീമിയ. അത് പെർട്ടിക്കുലറായിട്ട് ഏത് ടൈപ്പാണെന്നുള്ളത് അപ്പോൾ അതിനകത്ത് വരികയും ചെയ്യും. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അയൺ ഡെഫിഷ്യൻസി അനീമിയാണ്. എല്ലാവർക്കും വളരെ കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കണ്ടീഷനാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ. ആൻഡ് ഇറ്റ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് അയൺ. സോ അയൺ ഡെഫിഷ്യൻസി അനീമിയ, inadequate availability of iron for hemoglobin synthesis. അപ്പോൾ അയൺ അവിടെ ആവശ്യത്തിന് ഇല്ലാന്നുണ്ടെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷൻ അവിടെ എഫക്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ RBCs will be usually microcytic and hypochromic. And it is the most common type of anemia. നമ്മൾ അനീമിയ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ആദ്യം വരുന്നത് എന്ന് പറയുന്നത് അയൺ ഡെഫിഷ്യൻസി അനീമിയാണ്. ആൻഡ് ദ ഫീച്ചേഴ്സ്, അതായത് അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത്. ബ്രിട്ടിൽ ആൻഡ് സ്പൂൺ ഷേപ്ഡ് നെയിൽസ്. ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതാണ്. ആൻഡ് സ്പൂൺ ഷേപ്ഡ് നെയിൽസ് ആണ്. ദെൻ ബ്രിട്ടിൽ ഹെയർ, പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുന്ന ഹെയർ. ആൻഡ് എക്സസീവ് ഹെയർ ലോസും ഉണ്ടാവാറുണ്ട്. ദെൻ എട്രോഫി ഓഫ് ടങ് പാപ്പില്ലേ. ടങ് പാപ്പില്ലേ എന്ന് പറയുന്നത് നമ്മുടെ ടേസ്റ്റ് ബഡ്സിനെയാണ്. എട്രോഫി മീൻസ് ഡിസ്ട്രക്ഷൻ ആൻഡ് കംപ്ലീറ്റ് ഡിസപ്പിയറൻസ് ഓഫ് മെറ്റീരിയൽസ്. അതാണ് എട്രോഫി. ഡിസ്ട്രക്ഷൻ ആണ് അതിൻ്റെ ശരിക്കുള്ള ടേം. സോ എട്രോഫി ഓഫ് ടങ് പാപ്പില്ലേ എന്ന് പറയുന്നത് ഡിസ്ട്രക്ഷൻ ഓഫ് ടേസ്റ്റ് ബഡ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് ഈ അയൺ ഡെഫിഷ്യൻസി അനീമിയ, അത് എക്സ്ട്രീം കേസ് ആയാലാണ് ഇതൊക്കെ വരുന്നത്. അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടാകുമ്പോൾ അവർക്ക് ടേസ്റ്റ് പോലും അറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് ഡിസ്ഫേജിയ. ഡിസ്ഫേജിയ എന്ന് പറഞ്ഞാൽ വിശപ്പില്ലായ്മ, അതാണ് ഡിസ്ഫേജിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെയാണ് അല്ലെങ്കിൽ ഇത്രയും സിംറ്റംസ് ആണ് ഈ അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ വരുന്നത്. ഇതാണ് എട്രോഫി ഓഫ് ടങ് പാപ്പിലെ. സാധാരണ നമ്മുടെ നാവ് നോക്കുമ്പോൾ ഒരു വളരെ ലൈറ്റ് പിങ്ക് കളറാണ്. ആൻഡ് ടേസ്റ്റ് ബഡ്സ് എല്ലാം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റും. കുറേ നല്ല റഫായിട്ടുള്ളതാണ് ശരിക്കും നമ്മുടെ ടങ് എന്ന് പറയുന്നത്, നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ആ ടങ് നോക്കുമ്പോൾ അറിയാം വളരെ ഗ്ലോസിയാണ്. ആൻഡ് ആ ഗ്ലോസിനെസ് ഉണ്ടാവാനുള്ള റീസൺ ആ ടേസ്റ്റ് ബഡ്സ് എല്ലാം നശിച്ചു പോയിട്ടാണ് അത് ഗ്ലോസി ആയിട്ടുള്ളത്. ഇപ്പോൾ സാധാരണത്തെ പോലെ ഒരു പിങ്ക് കളറും അല്ല, കുറച്ച് ഡാർക്ക് കളറായിട്ടാണ് വരുന്നത്. ദെൻ ദിസ് ഇസ് സ്പൂൺ ഷേപ്ഡ് നെയിൽസ്. ഇപ്പോൾ സാധാരണ നമ്മുടെ നെയിൽസ് എന്ന് പറയുന്നത് ശരിക്കും കുറച്ച് ഈ ഒരു ഭാഗം ഇങ്ങനെ എലിവേറ്റഡ് ആയിട്ടൊക്കെ ആയിരിക്കും കാണുന്നത്, അല്ലേ? എലിവേറ്റഡ് ആയിരിക്കും, ചിലരുടേത് ഫ്ലാറ്റും ആയിരിക്കും. പക്ഷേ സ്പൂൺ ഷേപ്ഡ് നെയിൽസ് എന്ന് പറയുമ്പോൾ ശരിക്കും സ്പൂണിൻ്റെ ഉള്ളിൽ ആ ഒരു ഡിപ്രഷൻ ഉള്ളത് പോലെ തന്നെയായിരിക്കും വരിക. ഇതൊക്കെ ഈ സ്പൂൺ ഷേപ്ഡ് നെയിൽസൊക്കെ ആദ്യമേ തന്നെ തുടങ്ങുന്ന ഒരു സിംറ്റമാണ്. അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ ഏറ്റവും ആദ്യം കാണുന്നൊരു സിംറ്റം തന്നെയാണ് ഈ സ്പൂൺ ഷേപ്ഡ് നെയിൽസ്. Then next is about protein deficiency anemia. അത് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് പ്രോട്ടീൻ ഡെഫിഷ്യൻസി അനീമിയ. അവിടെയും ഹീമോഗ്ലോബിൻ സിന്തസിസിനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ഗോട്ട് എ പ്രോട്ടീൻ പാർട്ട് ആൻഡ് നോൺ പ്രോട്ടീൻ പാർട്ട്. ആ പ്രോട്ടീൻ പാർട്ടിനെ നമ്മൾ ഗ്ലോബിൻ എന്ന് പറയും, നോൺ പ്രോട്ടീൻ പാർട്ടാണ് ഹീം എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ ഗ്ലോബിൻ ഫോർമേഷൻ അത് എഫക്റ്റ് ചെയ്യും. സോ ഹീമോഗ്ലോബിൻ സിന്തസിസ് വിൽ ബി എഫക്റ്റഡ്. പിന്നെ അതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഈ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് നമ്മൾ അല്ലാതെ പഠിച്ചിട്ടുണ്ടല്ലോ, ക്വാഷിയോർക്കർ, മരാസ്മസ് പോലത്തെ അങ്ങനത്തെ അസുഖങ്ങൾ. അപ്പോൾ ആ അസുഖങ്ങളിലൊക്കെ വരുന്ന സിംറ്റംസ് എല്ലാം തന്നെ ഈ പ്രോട്ടീൻ ഡെഫിഷ്യൻസി അനീമിയക്കകത്തും കാണുന്നതായിരിക്കും. ദെൻ കംസ് പെർനീഷ്യസ് അനീമിയ. ഇത് വളരെ ന്യൂ ആയിട്ടുള്ളൊരു ടേം ആയിരിക്കും പെർനീഷ്യസ് അനീമിയ എന്ന് പറയുന്നത്. And it is a type of anemia caused due to the deficiency of vitamin B12. സൈനോകൊബാലമീൻ എന്നാണ് ഈ വൈറ്റമിൻ B12ൻ്റെ പേര്. അപ്പോൾ ഇത് നമുക്ക് ബി കോംപ്ലെക്സ് എന്ന് പറഞ്ഞിട്ട് B1 തൊട്ട് B12 വരെ നമ്മൾ ബീൻ്റെ ടൈപ്സ് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആ ഒരു ഓർഡർ അനുസരിച്ചിട്ടൊന്നുമല്ല, ചിലതൊക്കെ അതിൽ മിസ്സിംഗ് ആണ്. എനിവേ B12 എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റത്തെ വൈറ്റമിൻ ബി കോംപ്ലെക്സിനകത്ത് വരുന്ന ഏറ്റവും ലാസ്റ്റ് ടൈപ്പാണ്. ആൻഡ് വൈറ്റമിൻ B12ൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന അസുഖമാണ് പെർനീഷ്യസ് അനീമിയ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ B12 ഈസ് വെരി മച്ച് എസെൻഷ്യൽ ഫോർ ദി മെച്ചുറേഷൻ ഓഫ് RBCs. RBC മെച്ചുവർ ആവാൻ വൈറ്റമിൻ B12 വളരെ അത്യാവശ്യമാണ്. സോ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ B12 വിൽ ലീഡ് ടു
ഇംമെച്ചുറേഷൻ ഓഫ് RBC. RBC അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള മെച്ചുവർ സ്റ്റേറ്റിലേക്ക് എത്തില്ല. അതുകൊണ്ട് തന്നെ RBCക്കൊക്കെ അതിൻ്റെ നോർമൽ ഫങ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. And it is also called Deficiency Anemia. Atrophy of gastric mucosa due to autoimmune destruction or ulcer of parietal cells will lead to pernicious anemia. ഇപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ എന്താണെന്ന് ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല. ഗ്യാസ്ട്രിക് മ്യൂക്കോസ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമക്കിനകത്ത് കാണുന്ന കുറച്ച് ഗ്ലാൻസ് ഉണ്ട്, ഗ്യാസ്ട്രിക് ഗ്ലാൻസ് എന്ന് പറയും. അത് ഈ ഗ്യാസ്ട്രിക് മ്യൂക്കോസ എന്ന് പറയുന്നത് ലെയറാണ്. ആ ലെയറിനകത്താണ് ഈ ഗ്യാസ്ട്രിക് ഗ്ലാൻസിനെ കാണുന്നത്. അപ്പോൾ ആ ഗ്യാസ്ട്രിക് മ്യൂക്കോസയ്ക്ക് ഡിസ്ട്രക്ഷൻ സംഭവിക്കുമ്പോൾ, ഡാമേജ് സംഭവിക്കുമ്പോൾ, അതല്ലാന്നുണ്ടെങ്കിൽ അൾസർ ഓഫ് പെരൈറ്റൽ സെൽസ്, അത് ഈ ഗ്യാസ്ട്രിക് ഗ്ലാൻസിൽ കാണുന്ന ഒരു സെല്ലാണ് പെരൈറ്റൽ സെൽ എന്ന് പറയുന്നത്. ഇതിനെ പറ്റിയിട്ട് നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ പഠിക്കുന്നതാണ്. എനിവേ, അപ്പോൾ ഈ പെരൈറ്റൽ സെൽസ് ഒരു മെറ്റീരിയലിനെ റിലീസ് ചെയ്യും. ദാറ്റ് ഇസ് കോൾഡ് ഇൻട്രിൻസിക് ഫാക്ടർ. ഓക്കെ, പെരൈറ്റൽ സെൽസ്, നമ്മുടെ സ്റ്റൊമക്കിനകത്തുള്ള പെരൈറ്റൽ സെൽസ് റിലീസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ഇൻട്രിൻസിക് ഫാക്ടർ. അപ്പോൾ ഈ ഇൻട്രിൻസിക് ഫാക്ടറിൻ്റെ പ്രസൻസിൽ മാത്രമാണ് വൈറ്റമിൻ B12 അബ്സോർപ്ഷൻ നമ്മുടെ ശരീരത്തിൽ നടക്കുകയുള്ളൂ. ആൻഡ് വൺ മോർ തിങ്, വൈറ്റമിൻ B12 ഈസ് കോൾഡ് ആൻ എസെൻഷ്യൽ വൈറ്റമിൻ. എസെൻഷ്യൽ വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിൽ കൂടെ മാത്രം എടുക്കേണ്ട വൈറ്റമിനാണ്. നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില വൈറ്റമിൻസ് ഉണ്ട്, അതിനെയാണ് നോൺ എസെൻഷ്യൽ വൈറ്റമിൻസ് എന്ന് പറയുന്നത്. വൈറ്റമിൻ B12 ഇസ് എൻ എസെൻഷ്യൽ വൈറ്റമിൻ. അപ്പോൾ നമുക്ക് ഫുഡിൽ കൂടെ മാത്രമേ അതിനെ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്ത് വൈറ്റമിൻ B12 ഉണ്ട്. അത് ഡൈജഷൻ കഴിഞ്ഞ് അബ്സോർപ്ഷന് വേണ്ടിയിട്ട് ഇൻറ്റസ്റ്റൈനിലെത്തി. പക്ഷെ ആ സമയത്ത് ഇൻട്രിൻസിക് ഫാക്ടർ ആബ്സെൻ്റ് ആണെങ്കിൽ വൈറ്റമിൻ B12 അബ്സോർപ്ഷൻ അവിടെ നടക്കില്ല. സോ ഇറ്റ് വിൽ ഓൾസോ ലീഡ് ടു പെർനീഷ്യസ് അനീമിയ. അപ്പോൾ വൈറ്റമിൻ B12 നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടും പെർനീഷ്യസ് അനീമിയ ഉണ്ടാവും. അതല്ല, കഴിക്കുന്നതിൽ ഉണ്ട്, എമൗണ്ട് ആവശ്യത്തിനുണ്ട്. പക്ഷേ ഡ്യൂ ടു the destruction of gastric mucosa, gastric glands or ulcer of the gastric glands or parietal cells, intrinsic factor അവിടെ റിലീസ് ചെയ്യില്ല. ആൻഡ് അവിടെ അപ്പോൾ എന്ത് സംഭവിക്കും, വൈറ്റമിൻ B12 അബ്സോർപ്ഷൻ നടക്കില്ല. ആൻഡ് ഇറ്റ് വിൽ അഗെയിൻ ലീഡ് ടു പെർനീഷ്യസ് അനീമിയ. ആൻഡ് ഡിക്രീസ് പ്രൊഡക്ഷൻ ഓഫ് ഇൻട്രിൻസിക് ഫാക്ടർ, അതാണ് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. ഗ്യാസ്ട്രിക് ഗ്ലാൻസിന് ഡിസ്ട്രക്ഷൻ സംഭവിക്കുമ്പോൾ ദർ വിൽ ബി ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ഇൻട്രിൻസിക് ഫാക്ടർ. സോ പുവർ അബ്സോർപ്ഷൻ ഓഫ് വൈറ്റമിൻ B12. Large and immature RBCs with almost normal or slightly lower hemoglobin content ആയിരിക്കും ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തായാലും മാക്രോസൈറ്റിക് ആയിട്ടുള്ള RBCs ആയിരിക്കും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ ദേ ആർ ഇമ്മെച്യൂർ. മാക്രോസൈറ്റിക് ആൻഡ് നോർമോക്രോമിക് ഓർ ഹൈപ്പോക്രോമിക് RBCs ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Then to say about the signs and symptoms of pernicious anemia: fatigue, low blood pressure, rapid heart rate, pallor എന്ന് പറയുന്നത് pale skin ആണ്, and shortness of breath known as the sighs. നമ്മളിങ്ങനെ ദീർഘശ്വാസം ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നതാണ് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഓർ സൈസ് എന്ന് പറയുന്നത്. numbness of toes and fingers as vitamin B12 affects nerve function. numbness എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എന്താ പറയുക, തരിപ്പ് അനുഭവപ്പെടുന്നതോ അല്ലെങ്കിൽ മരവിപ്പ് അനുഭവപ്പെടുന്നതൊക്കെയാണ് numbness എന്ന് പറയുന്നത്. മൈൽഡ് കൊഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഓർമ്മയ്ക്കൊക്കെ ചെറിയൊരു പ്രശ്നം വരും. കൊഗ്നിഷൻ അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓർമ്മയാണ്. സോ ഓർമ്മയ്ക്കും ഒക്കെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വരും, കൺഫ്യൂഷൻസ് വരും, ആങ്സൈറ്റി, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ന്യൂറോപ്പത്തിക് പെയിൻ, അതായത് നെർവ്സിൽ കൂടെ ഉണ്ടാകുന്ന ഒരു ചെറിയ പെയിനാണ് ന്യൂറോപ്പത്തിക് പെയിൻ എന്ന് പറയുന്നത്. ഫ്രീക്വൻറ്റ് ഡയേറിയ, ജോണ്ടിസ് ഡ്യൂ ടു ഇമ്പയർഡ് RBC ഫോർമേഷൻ. ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, മഞ്ഞപ്പിത്തത്തിന് പറയുന്ന വേറെ പേരാണ്. ഗ്ലോസൈറ്റിസ്, ദാറ്റ് ഈസ് സ്വൊള്ളൻ റെഡ് ടങ്, നാവെല്ലാം നല്ല തടിച്ച് കട്ടിയായിട്ട് റെഡിഷ് കളേർഡായിട്ടിരിക്കും. പേഴ്സണാലിറ്റി ഓർ മെമ്മറി ചേഞ്ചസ്, അതും അതിനുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ അത്രയുമാണ് about pernicious anemia. And the last type of nutrition deficiency anemia is megaloblastic anemia. So megaloblastic anemia is caused due to the deficiency of another vitamin
B complex, that is folic acid. അപ്പോൾ folic acid deficiency കൊണ്ടുണ്ടാവുന്നതാണ് megaloblastic anemia. അവിടെയും ഈ ഫോളിക് ആസിഡ് എന്ന് പറയുന്നതും വൈറ്റമിൻ B12 പോലെ തന്നെ RBC മെച്ചുറേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. സോ അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ അവിടെയും മാക്രോസൈറ്റിക് ആയിട്ടുള്ള RBCs ആണ് പ്രൊഡ്യൂസ് ചെയ്യുക, ആൻഡ് ദേ ആർ യൂഷ്വലി ഇമ്മെച്ചുവർ RBCs. Features of pernicious anemia are also seen in this type of anemia, but neurological disorders may not develop. Neurological disorders എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ pernicious anemia ന്യൂറോപ്പത്തിക് പെയിൻ, അതേപോലെ നംബ്നെസ് ഓഫ് ടോസ് ആൻഡ് ഫിംഗേഴ്സ്, കൊഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ആണ്. അത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒന്നും മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിൽ ഉണ്ടാവില്ല. RBC ഇമ്മെച്യൂർ ആയിരിക്കും, അതിൻ്റെ സൈസ് കൂടുതലായിരിക്കും, ബാക്കിയുള്ള സിംറ്റംസ് എല്ലാം കാണിക്കും എന്നുള്ളതേ ഉള്ളൂ. ദാറ്റ് ഈസ് അബൌട്ട് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. മാക്രോസൈറ്റിക് ആൻഡ് ഹൈപ്പോക്രോമിക് RBCs ആയിരിക്കും അവിടെ കാണുന്നത്. Then the next type of etiological anemia is aplastic anemia. Aplastic anemia എന്ന് പറയുന്നത് ബോൺ മാരോയ്ക്ക് ഡാമേജ് സംഭവിച്ചിട്ട് ഉണ്ടാവുന്ന കണ്ടീഷൻ. ഇപ്പോൾ നമ്മൾ RBC കൗണ്ടിൻ്റെ വേരിയേഷൻസ് പറഞ്ഞപ്പോൾ ഒരു പെത്തോളജിക്കൽ പോളിസൈത്തീമിയയുടെ സിറ്റുവേഷൻ പറഞ്ഞു. പ്രൈമറി പോളിസൈത്തീമിയ ഓർ പോളിസൈത്തീമിയ വേറ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് excessive RBC production or increased RBC count due to malignancy of the bone marrow. ബോൺ മാരോയ്ക്ക് ഡാമേജ് ബോൺ മാരോയ്ക്ക് ട്യൂമർ ഗ്രോത്ത് ഉണ്ടായിട്ട് ഉണ്ടാവുന്ന എക്സസീവ് RBC പ്രൊഡക്ഷനാണ് പോളിസൈത്തീമിയ വേറ ഓർ പ്രൈമറി പോളിസൈത്തീമിയ എന്ന് പറയുന്നത്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കണ്ടീഷനാണ് എപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അനീമിയ കോസ്ഡ് ഡ്യൂ ടു ഡിസ്ട്രക്ഷൻ ഓർ ഡാമേജ് ഓഫ് ദി റെഡ് ബോൺ മാരോ. റെഡ് ബോൺ മാരോയ്ക്ക് ഡാമേജ് സംഭവിക്കുമ്പോൾ RBC പ്രൊഡക്ഷൻ കുറയുന്നു. സോ അതാണ് എപ്ലാസ്റ്റിക് അനീമിയയുടെ റീസൺ. ബോൺ മാരോയ്ക്ക് ഡാമേജ് സംഭവിക്കുമ്പോൾ ബോൺ മാരോ, നമ്മുടെ റെഡ് ബോൺ മാരോ എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ടും ചില ഭാഗങ്ങളിലാണ് കാണുന്നത്. അത് വേറൊരു കോണ്ടെക്സ്റ്റിൽ പറയാം. Then the risk factors or the reasons for aplastic anemia: exposure to certain environmental toxins such as paint, oil and coal emissions and industrial solvents, high dose radiation and chemotherapy treatments, certain viruses, certain medications like antibiotics, some illegal drugs, medications used to treat rheumatoid arthritis, etc. and bone marrow diseases. അങ്ങനെയുള്ള പല റീസൺസുമാണ് എപ്ലാസ്റ്റിക് അനീമിയയ്ക്കുള്ള റീസൺ. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് വരാറെന്ന് പറഞ്ഞാൽ കീമോതെറാപ്പി ട്രീറ്റ്മെൻറ്റ്സും ഹൈഡോസ് റേഡിയേഷനൊക്കെ അടിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു പ്രശ്നം വരാറുണ്ട്. അതേപോലെ തന്നെ ചില വൈറസസിൻ്റെ ആക്ഷൻ കൊണ്ടും ഈ പെൻസിലിൻ പോലത്തെ ചില ഡ്രഗ്സിൻ്റെ ആക്ഷൻ കൊണ്ടും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. And the last type is anemia of chronic disorders. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ട് ഇപ്പം നമ്മൾ സെക്കൻഡറി പോളിസൈത്തീമിയ എന്നൊരു കണ്ടീഷൻ പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് എക്സസീവ് RBC പ്രൊഡക്ഷൻ ആസ് എ സെക്കൻഡറി ആക്ഷൻ അല്ലെങ്കിൽ ആസ് എ സൈഡ് ഇഫക്റ്റ് ഓർ ആഫ്റ്റർ ഇഫക്റ്റ് ഓഫ് സർട്ടൻ ഡിസോർഡേഴ്സ് ഓൾറെഡി പെർസിസ്റ്റിംഗ് ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉള്ള ചില അസുഖങ്ങളുടെ സൈഡ് ഇഫക്റ്റോ ആഫ്റ്റർ ഇഫക്റ്റോ ആയിട്ട് RBC പ്രൊഡക്ഷൻ കൂടുന്ന കണ്ടീഷനായിരുന്നു സെക്കൻഡറി പോളിസൈത്തീമിയ എന്ന് പറയുന്നത്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കണ്ടീഷനാണ് അനീമിയ ഓഫ് ക്രോണിക് ഡിസോർഡേഴ്സ്. അതായത് ചില ബോഡിയിലുള്ള ഡിസോർഡേഴ്സിൻ്റെ സൈഡ് ഇഫക്റ്റ് ഒരു ആഫ്റ്റർ ഇഫക്റ്റ് കൊണ്ട് RBC പ്രൊഡക്ഷൻ കുറയുന്നതിനെയാണ് അനീമിയ ഓഫ് ക്രോണിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു കണ്ടീഷൻ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ കിഡ്നി ഡാമേജസ് അല്ലെങ്കിൽ കിഡ്നി ഇഷ്യൂസ് വരുമ്പോഴാണ് അനീമിയ ഓഫ് ക്രോണിക് ഡിസോർഡേഴ്സ് വരുന്നത്. ഇറ്റ് ഈസ് ദ സെക്കൻഡ് കോമൺ ടൈപ്പ് ഓഫ് അനീമിയ. ആൻഡ് ഷോർട്ട് ലൈഫ് സ്പാൻ ഓഫ് RBCs caused by disturbance in iron metabolism or resistance of erythropoietin action. അപ്പോൾ മെയിൻലി ഞാൻ പറഞ്ഞല്ലോ കിഡ്നിയുടെ ഡാമേജ് കൊണ്ടൊക്കെയാണ് കൂടുതലും ഈ ഒരു പ്രശ്നം വരാറ്. അപ്പോൾ അവിടെ ഒന്നുകിൽ ആ എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ആക്ഷനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ സെൽസ് ആക്ട് ചെയ്യുന്നത്. അതല്ലെങ്കിൽ അയൺ മെറ്റബോളിസത്തിൽ വരുന്ന ചില ഡിസോർഡേഴ്സ് കൊണ്ടും ആവാം. അപ്പം അങ്ങനെ ആകുമ്പോൾ RBC പ്രൊഡക്ഷൻ കുറയും, അല്ലെങ്കിൽ RBCയുടെ എന്താ പറയുക അതിൻ്റെ നോർമൽ ടെക്സ്ചറും അങ്ങനെയുള്ള മെറ്റീരിയൽസിന് എല്ലാത്തിനും വ്യത്യാസങ്ങൾ വരും. ആൻഡ് ദ RBCs വിൽ ബി ഹാവിങ് എ ഷോർട്ടർ ലൈഫ് സ്പാൻ ദാൻ ദി നോർമൽ.
ഇവിടെ നോർമോസൈറ്റിക് ആൻഡ് നോർമോക്രോമിക് RBCs തന്നെ ആയിരിക്കും. പക്ഷേ ഈ അയൺ മെറ്റബോളിസത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇറ്റ് മേ ലീഡ് ടു ഹൈപ്പോക്രോമിക് RBCs. But in progressive disease associated with iron deficiency, RBCs become microcytic and hypochromic. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. The causes for this type of anemia: non-infectious inflammatory diseases such as rheumatoid arthritis, chronic infections like tuberculosis and abscess in lungs, collection of pus in the infected tissue, chronic renal failure, neoplastic disorders and cancer of lung and breast. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസിലൊക്കെയാണ് അനീമിയ ഓഫ് ക്രോണിക് ഡിസോർഡേഴ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ അത്രയുമാണ് ടൈപ്സ് ഓഫ് അനീമിയ. ആൻഡ് ഈ പിക്ചറിൽ അതിൻ്റെ ജസ്റ്റ് സിംറ്റംസ് ആണ് കാണിച്ചിരിക്കുന്നത്, സിംറ്റംസ് ഓഫ് അനീമിയ. എല്ലാ തരത്തിലുള്ള സിംറ്റംസ് അല്ലെങ്കിൽ ഒരുവിധ എല്ലാ സിംറ്റംസും കാണിക്കാറുണ്ട് അതിനകത്ത്. സോ മെയിൻ സൈൻസ് ആൻഡ് സിംറ്റംസ്: ഫെറ്റീഗ്, ദാറ്റ് ഇസ് ക്ഷീണം; ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് വിത്ത് എക്സേർഷൻ, അതായത് കുറച്ച് സ്ട്രെസ് കൊടുത്തിട്ട് ബ്രീത്ത് എടുക്കേണ്ടി വരും; വീക്ക്നെസ്; റാപ്പിഡ് ഹാർട്ട് റേറ്റ്; pale skin; frequent infections; nosebleeds and bleeding gums; prolonged bleeding from cuts; skin rash; fever; shortened attention span. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുന്നത്. ആൻഡ് സോ ദിസ് മച്ച് അബൌട്ട് അനീമിയ ആൻഡ് ദി ടൈപ്സ്. സോ താങ്ക് യു.